ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് ഇപ്പോൾ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇത് നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറച്ച് സ്കിൻ കൂടുതൽ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പല വീഡിയോകളിലെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. എങ്കിൽ ഈ ഒരു ബെനിഫിറ്റ്സ് അല്ലാതെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ടാബ്ലറ്റ്സിന് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? അതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഈ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കൊണ്ട്? എല്ലാ ഏജുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാമോ? ആരൊക്കെ ഉറപ്പായും ഡോക്ടറിൽ നിന്ന് റെക്കമെൻഡേഷൻ എടുത്തിരിക്കണം? എപ്പോ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ തുടങ്ങിയ പല സംശയങ്ങളും പലർക്കും ഉണ്ടായിരിക്കും അല്ലേ. എങ്കിൽ നിങ്ങൾക്ക് ഈ സംശയങ്ങളുടെ ഒരു ആവശ്യമില്ല കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനുള്ള മറുപടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് കാരണമുള്ള നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഗ്ലൂട്ടാതയോണിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൂട്ടാതയോൺ ഒരു ആന്റി ഓക്സിഡന്റ് ആക്ട് ചെയ്ത് സെല്ലിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഉണ്ടാകുന്ന ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, ഗ്ലൂട്ടാതയോൺ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷനും ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി സ്കിന്നിനുണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സ്കിൻ ലൈറ്റനിങ് ആണ്. അതുപോലെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസും അടങ്ങിയിരിക്കുന്നു. ഇത് കാരണം നമ്മുടെ പ്രീമച്ചുർ ഏജിങ്ങിനൊക്കെ കാരണമായ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ, അതായത് ക്രോണിക് ഇൽനെസിന്റെ കീഴിൽ വരുന്ന ലിവർ ഡിസീസ്, ഡയബറ്റിക്സ്, റെസ്പിറേറ്ററി ഡിസീസ് ഉള്ളവർക്കും ഈ സപ്ലിമെന്റ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഉറപ്പായും ഇത്തരം ഡിസീസ് ഉള്ളവർ ഡോക്ടറിൽ നിന്ന് റെക്കമെൻഡേഷൻ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഈ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കൊണ്ട് എന്ന് നോക്കിയാലോ. പൊതുവെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും ചിലരിൽ നോസിയ, വോമിറ്റിംഗ്, അതുപോലെ വയറിനെന്തെങ്കിലും അസ്വസ്ഥത പോലുള്ളതൊക്കെ വളരെ ചെറിയ രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കൊക്കെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് എടുക്കാം, ആരൊക്കെ ഉറപ്പായും ഡോക്ടറിൽ നിന്ന് റെക്കമെൻഡേഷൻ എടുക്കണം എന്നതാണ് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ബെഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നത്, അതായത് ആസ്പിറിൻ പോലുള്ള ടാബ്ലറ്റ്സ്, അതുപോലെ എന്തെങ്കിലും തെറാപ്പിയിലായിരിക്കുന്ന കീമോതെറാപ്പിയിലോ എന്തെങ്കിലും അണ്ടർ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരിക്കുന്നവർ ഉറപ്പായും ഡോക്ടറിൽ നിന്ന് റെക്കമെൻഡേഷൻ എടുക്കണം. പിന്നെ പ്രധാനമായും പ്രഗ്നന്റ് ലേഡീസ്, പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സും റെക്കമെൻഡേഷൻ അത്യാവശ്യമാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എപ്പോ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ്. 250 മില്ലിഗ്രാം മുതൽ 500 മില്ലിഗ്രാം പെർ ഡേ ആണ് ഇതിന്റെ ഒരു ഏകദേശ അളവ്. വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്നിരുന്നാലും ഉറപ്പായും നിങ്ങൾ ഡോസേജിന്റെ കാര്യത്തിൽ ഡോക്ടർ റെക്കമെൻഡേഷൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ തുടങ്ങി സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി ഉറപ്പായി എന്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ see you.